ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലതുമുന്നണി വിജയിച്ചപ്പോഴേക്കും സർവ്വമത വിഷജീവികളും മാളം വിട്ട് പുറത്തു വന്ന് തിമിർത്താടുകയാണ് എന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ തുറന്നടിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബെന്യാമിന്റെ ഈ വിമർശനം. ശ്രദ്ധിച്ചാൽ കേരളത്തിന് കൊള്ളാമെന്നും ബെന്യാമിൻ മുന്നറിയിപ്പ് നൽകുകയാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ സൂംബ നടപ്പിലാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ സുന്നി മുജാഹിദ് വിഭാഗങ്ങളുടെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ മതസംഘടനകളുടെ നിലപാടിനെതിരെ വിമർശനം ഉയർന്നു വന്നിരുന്നു. ഈ ചർച്ചകൾ ചൂട് പിടിക്കുന്നതിനിടെയാണ് ബെന്യാമിന്റെ ഈ പരാമർശം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലതുമുന്നണി ജയിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കേരളത്തിലെ സർവ്വമത വിഷജീവികളും മാളം വിട്ട് പുറത്തു വന്ന് തിമിർത്താടുകയാണ്. ശ്രദ്ധിച്ചാൽ കേരളത്തിന് കൊള്ളാം. ബെന്യാമിൻ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിനെ പിന്തുണച്ചും വിമർശിച്ചും അഭിപ്രായങ്ങൾ രൂപപ്പെടുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നടത്തുന്ന സൂംബ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല, അല്പവസ്ത്രം ധരിച്ചുള്ള തുള്ളലാണ് സൂംബ പരിശീലിക്കുന്നത് കുട്ടികളെ DJ പാർട്ടിയിലേക്കും രാസലഹരി ഉപയോഗിക്കുന്നതിലേക്കും വരെ എത്തിക്കുന്നു എന്നതടക്കമുള്ള വാദങ്ങളാണ് വിവിധ ഇസ്ലാമിക ഓർഗനൈസേഷനും സമസ്തയും SYS ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ടിരിക്കുന്നത്. ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നമ്മുടെ സ്കൂളുകളിൽ സൂംബ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മാനസിക ഉല്ലാസം നൽകുന്നതും മതവാദങ്ങൾക്കുമെതിരായുള്ള സൂംബ തുടരണമെന്ന് ബാലസംഘവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആഹ്ലാദകരവും ആരോഗ്യകരവുമായ പഠന അന്തരീക്ഷമാണ് കുട്ടികളെ ക്രിയാത്മകമായ അറിവ് നിർമ്മാണത്തിന് സഹായിക്കുക. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനെയാണ് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സൂംബ ഡാൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയത്. ബാലസംഘം ക്യാമ്പുകളുടെ മുന്നിലോട്ട് വെച്ച ഒരു ബദൽ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിന്റെ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കുട്ടികൾ ഒരുമിച്ച് കളിക്കുകയും ജീവിതമാണ് ലഹരി എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു പഠന പ്രവർത്തനമായി മാറി സൂംബയ്ക്കെതിരെ മതസംഘടനകൾ നടത്തുന്ന അധിക്ഷേപങ്ങൾ പുതിയ തലമുറയ്ക്കെതിരായ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യവും ആത്മവിശ്വാസവും ഉറപ്പുവരുത്തുന്നതിനൊപ്പം മതവർഗീയതയ്ക്കെതിരായ ചുവടുവയ്പ് കൂടിയാണ് സൂംബ ഡാൻസ് മാറിയിരിക്കുന്നത്. മാനസികവും ശാരീരികവുമായ കരുത്തുകളുള്ളവരാക്കി കുട്ടികളെ മാറ്റുന്നതിനുള്ള സൂംബ ഡാൻസ് തുടരണമെന്നും സമൂഹത്തെ പുറകോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന മത അഭിപ്രായങ്ങളെ ആധുനിക സമൂഹം തള്ളിക്കളയണമെന്നും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.